ആദിവാസി സമൂഹത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് അവരെ ബോധ്യപ്പെടുത്തി പോകണമെന്ന് മന്ത്രി ഒ.ആർ. കേളു. ആദിവാസികൾക്ക് അനുകൂലമായ വനാവകാശ നിയമം പാസാക്കിയത് ഇടതുപക്ഷത്തിന് സ്വാധീനമുണ്ടായിരുന്ന ഒന്നാം UPA സർക്കാരിന്റെ കാലത്തായിരുന്നുവെന്ന് മുൻ MP ജോയ്സ് ജോർജ്. കുട്ടമ്പുഴയിൽ CPIM സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. CPIM എറണാകുളം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചാണ് കുട്ടമ്പുഴയിൽ സെമിനാർ സംഘടിപ്പിച്ചത്. ആദിവാസി മേഖലയിലെ പ്രശ്നങ്ങളും മലയോര മേഖലയിലെ വന്യമൃഗശല്യവും പരിഹാരമാർഗങ്ങളും എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ. ആദിവാസി സമൂഹത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കാനാണ് ശ്രമിക്കുന്നത് എന്നത് അവരെ ബോധ്യപ്പെടുത്തി പോകണമെന്ന് സെമിനാർ ഉദ്ഘാടനം ചെയ്ത പട്ടികജാതി പട്ടികവർഗ മന്ത്രി ഒ.ആർ. കേളു പറഞ്ഞു. എങ്ങനെയാണ് ആദിവാസി സമൂഹത്തെ നോക്കിക്കാണുന്നത്, അതോടൊപ്പം തന്നെ വരും ഭാവിയിൽ ഈ ആദിവാസി സമൂഹത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മുടെ പ്രവർത്തകരെ, നമ്മുടെ ആദിവാസി സമൂഹത്തെ ബോധ്യപ്പെടുത്തി പോവുക എന്നുള്ളത് സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരെയും ഇവിടെ വിളിച്ച് ചേർത്ത് ഇത്തരത്തിലുള്ള സെമിനാറും വിഷയ അവതരണമൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമുക്ക് തുടർന്ന് നമ്മുടെ പാർട്ടിയോടൊപ്പം മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കണമെന്നുള്ളതാണ് ആമുഖമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സമ്മേളനത്തോടനുബന്ധിച്ച് സെമിനാർ നടത്തുക എന്നുള്ളത്. അപ്പോൾ ഈ സെമിനാറിൽ ഓരോരോ സെമിനാർ നടത്തുമ്പോൾ ആ സെമിനാറിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ പ്രവർത്തകരുടെ വിവിധ കാഴ്ചപ്പാടുകളും വിവിധ പ്രയാസങ്ങളും കേൾക്കുകയും മനസ്സിലാക്കി എടുത്ത കാര്യങ്ങൾ നമ്മൾ സംസ്ഥാന സമ്മേളനത്തിലേക്കും പിന്നീട് പാർട്ടി കോൺഗ്രസിലേക്കും കൊണ്ടുപോയി പൊതുവെ ഇന്ത്യയിലെ മനുഷ്യ സമുദായത്തിൻ്റെ പുതിയ പുതിയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പാർട്ടി മുന്നോട്ട് പോകുന്ന ഒരു രീതിയുടെ ഭാഗമായിട്ടാണ് സെമിനാർ നടക്കുന്നത്. ആർ. അനിൽകുമാർ അധ്യക്ഷനായ ചടങ്ങിൽ മുൻ MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് വിഷയാവതരണം നടത്തി. ആദിവാസികൾക്ക് അനുകൂലമായ വനാവകാശ നിയമം പാസാക്കിയത് ഇടതുപക്ഷത്തിന് സ്വാധീനമുണ്ടായിരുന്ന ഒന്നാം UPA സർക്കാരിന്റെ കാലത്തായിരുന്നുവെന്ന് ജോയ്സ് ജോർജ് ചൂണ്ടിക്കാട്ടി. വനത്തെ ഒരു സമ്പത്തായി കണ്ട, അല്ലെങ്കിൽ വനത്തെ ചൂഷണം ചെയ്യുന്നതിനുള്ള ഒരു വനസമ്പത്തായി, ഒരു സാമ്പത്തിക സംവിധാനമായി കണ്ട ബ്രിട്ടീഷ് കൊളോണിയൽ ഗവൺമെന്റുകൾ, ആ കാലത്തെ നാട്ടു രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ഈ വനം ഗോത്ര ജനവിഭാഗങ്ങളുടെയും അതുപോലെ തന്നെ പരമ്പരാഗതമായി വനവാസികളായുള്ള ജനവിഭാഗങ്ങളുടെയും അവകാശത്തിലിരുന്ന വനത്തെ സർക്കാരിൻ്റെതാക്കി മാറ്റുകയും പിന്നീട് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തു. അങ്ങനെ പരമ്പരാഗതമായി അവർക്കുണ്ടായിരുന്ന ഈ അവകാശങ്ങൾ, ഗോത്ര ജനവിഭാഗങ്ങൾക്കുണ്ടായിരുന്ന ഈ അവകാശങ്ങൾ, പരമ്പരാഗത വനവാസികൾക്കുണ്ടായിരുന്ന ഈ അവകാശങ്ങൾ കൊളോണിയൽ കാലത്ത്, കോളനി ഭരണകാലത്ത്, ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് തുടങ്ങി നിയമങ്ങളിലൂടെ കവർന്നെടുക്കപ്പെടുകയും ഈ യഥാർത്ഥ അവകാശികളായിട്ടുള്ള ആളുകൾ, വനാവകാശികളായിട്ടുള്ള ഈ ആളുകൾ, ഗോത്രവിഭാഗങ്ങൾ, നമ്മൾ, അതുപോലെ തന്നെ പരമ്പരാഗത വനവാസികളായിട്ടുള്ള ഈ ആളുകൾ, അവരൊക്കെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവരായി അവിടെ വല്ലാതെ അന്യവൽക്കരിക്കപ്പെടുകയും ചെയ്ത സാഹചര്യം രാജ്യത്താകമാനം നിലനിന്നപ്പോൾ ആന്റണി ജോൺ MLA, AKS സംസ്ഥാന സെക്രട്ടറി വിദ്യാധരൻ കാണി, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോൺ ഫെർണാണ്ടസ്, ജില്ലാ കമ്മിറ്റി അംഗം AN അർഷാദ്, കോതമംഗലം ഏരിയ സെക്രട്ടറി KA ജോയി, KK ശിവൻ, KK ഗോപി, VV ജോണി, PN കുഞ്ഞുമോൻ, PK പൗലോസ്, KM വിനോദ്, മിനി ഗോപി, ഇന്ദിരക്കുട്ടി രാജു, ഗോപി ബദറൻ, കുട്ടൻ ഗോപാലൻ, കണ്ണൻ മണി, ബിന്ദു ചെല്ലപ്പൻ, വിജയമ്മ ഗോപി, A ലക്ഷ്മണൻ, ചുങ്കാൻ തായപ്പൻ, ശിവപ്രസാദ്, സദാശിവൻ, ബിജു പനങ്കുഴി, ബിപിൻ സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. AKS ജില്ലാ സെക്രട്ടറി ബിനേഷ് നാരായണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.